ഓം തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം 8. ഓം ശ്രീ സീതാരാമഭ്യാം നമഃ. ദിവ്യസ്വരൂപരെ, സപ്രേമം വന്ദേ മാതരം. നമ്മുടെ യാത്ര അയോധ്യാകാന്ഡത്തെ തുടരുകയാണ്. ഓം ശ്രീരാമഃ ശരണം സമസ്തജഗതാം രാമം വിനാ കാ ഗതിഃ രാമേണ പ്രതിഹന്യത്തെ കലിമലം രാമായ കാര്യം നമഃ. രാമാത്രസ്യതി കാലഭീമഭുജഗോ രാമസ്യ സർവം വശേ രാമേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ. ഹേ രാമ ത്വമേവാശ്രയഃ. ഭക്തിയും വിഭക്തിയും ചേർന്ന ഈ സുന്ദരമായ മംഗളശ്ലോകം രാമായണ മാഹാത്മ്യത്തിൽ കാണുന്നു. വേദജ്ഞനും ധീരനും വിവേകിയുമായ മന്ത്രശ്രേഷ്ഠ സുമന്ത്രർ ദശരഥന് യൗവനകാലത്ത് ഏറ്റ അന്ധ തപസ്വിയുടെ ശാപകഥ ഓർമ്മ വന്നു. നേമി ചെയ്ത ശബ്ദഭേദിയായ ശരപ്രയോഗത്താൽ മുനികുമാരൻ മരിച്ചു. അബദ്ധത്തിലാണ് അത് സംഭവിച്ചത്. പുത്രവിരഹത്താൽ നീയും നീറിപ്പുകഞ്ഞു മരിക്കും. അന്ധരും വൃദ്ധരുമായ താപസ ദമ്പതിമാർ നേമിയെ ശപിച്ചു. ദുഃഖം കൊണ്ട്, പുത്രവിയോഗം കൊണ്ട്. തുടർന്ന് പുത്രനൊരുക്കിയ ചിതയിൽ അവർ ഭസ്മമാകുകയും ചെയ്തു. അറിഞ്ഞോ അറിയാതെയോ ഓരോരുത്തരും ചെയ്തു പോകുന്ന കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. ആ മുനികുമാരൻ്റെ നാമം ശ്രാവണൻ അഥവാ യജ്ഞദത്തൻ എന്നാണ്. ശ്രവണപുത്രനാണ് ശ്രാവണൻ. രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടാണ് ദശരഥൻ പ്രാണൻ വെടിഞ്ഞത്. അത്യധികം വാത്സല്യത്തോടും ലാളനയോടും വളർത്തി വലുതാക്കിയ 4 പുത്രന്മാർക്ക് മക്കൾക്ക് അച്ഛന് അന്ത്യസമയത്ത് ഒരു നോക്ക് കാണുവാൻ പോലുമുള്ള ഭാഗ്യം ഉണ്ടായില്ല. വാത്സല്യമഗ്നരായ ആ അമ്മമാരെ വസിഷ്ഠൻ സമാശ്വസിപ്പിക്കുന്നു. ധർമ്മിഷ്ഠൻ, സത്യനിഷ്ഠൻ എന്ന് പ്രകീർത്തിക്കപ്പെട്ട ദശരഥ മഹാരാജാവ് ശാശ്വത യശസ്സിന് അർഹനായി. സൂര്യവംശത്തിന് കളങ്കം ചാർത്തിയ മഹാപാപി, കുലദ്രോഹി, ഘാതകി എന്ന് കൈകേയിയെ ശകാരിച്ചുകൊണ്ട് പുരവാസികൾ രോഷവും ക്രോധവും വേദനയും പ്രകടിപ്പിച്ചു. രാജാവിൻ്റെ മൃതദേഹം എണ്ണത്തോണിയിൽ സൂക്ഷിച്ചു. നെയ്വിളക്കും സുഗന്ധദ്രവ്യങ്ങളും അവിടെ വേണ്ട വിധം ഒരുക്കി. പ്രകാശവും സുഗന്ധവും പ്രസരിച്ചു.
സകലരും ദുഃഖം ആചരിച്ചു. കേകയത്തിലായിരുന്ന ഭരതൻ ദുസ്വപ്നങ്ങൾ കണ്ടു സംഭ്രാന്തനായി. ആ സമയത്ത് ഉടൻ അയോധ്യയിലെത്തണം എന്ന സന്ദേശവുമായി വസിഷ്ഠൻ പറഞ്ഞയച്ച സുമന്ത്രർ ഭരത ശത്രുഘ്നന്മാരെയും കൂട്ടി അയോധ്യയിലെത്തുന്നു. സുമന്ത്രൻ കൈകേയി സൗധത്തിലാണ് ഭരത ശത്രുഘ്നന്മാരെ എത്തിച്ചത്. അച്ഛനിവിടെ, അമ്മമാരും വൈദേഹിയും രാമനും ലക്ഷ്മണനും ഇവിടെ. ഭരതൻ ഗൗരവത്തിൽ അമ്മയോട് ചോദിക്കുന്നു. കണ്ണീര് ഒഴുക്കിക്കൊണ്ട് കൈകേയി സംഭവങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞു. കേട്ട മാത്രമേ ഭരതൻ ചേതനയേറ്റ് ബോധക്ഷയം കൊണ്ട് നിലം പതിച്ചു. ബോധം തെളിഞ്ഞു. ഭരതൻ അധർമ്മിയായ സ്വമാതാവിനെ, കൈകേയിയെ ക്രോധാഗ്നിയിൽ ദഹിപ്പിക്കുന്നു. അധിക്ഷേപ ശബ്ദങ്ങൾ ചൊരിയുന്നു. കാരണക്കാരി ആര്? മന്ധര എന്ന് കേട്ട മാത്രേ ശത്രുഘ്നൻ ധർമ്മരോഷം കൊണ്ട് ആ ദാസിയെ തലമുടി പിടിച്ചു വലിച്ചേച്ചു. രാമവിരോധവും വിരോധിയും വഞ്ചകയുമായ ഒരമ്മയുടെ മകൻ. ഒന്നുകൂടെ പറയാം. രാമവിരോധിയും വഞ്ചകയുമായ ഒരമ്മയുടെ മകൻ ഭരതൻ ഇന്ന് ലോകം എന്നെ കാണും. സൂര്യവംശത്തിനേറ്റ കളങ്കം എങ്ങനെ കഴുകിക്കളയും എന്ന് വിലപിച്ചുകൊണ്ട് ഭരതശത്രുഘ്നന്മാർ കൗസല്യാഭവനത്തിലെത്തി. കാൽക്കൽ വീണ് നമസ്കരിച്ചു, ക്ഷമയാചിച്ചു. സുമിത്ര മാതാവ് ഓടിയെത്തി. വൈധവ്യ ദുഃഖത്തിൽ തളർന്നിരിക്കുന്ന ശുഭ്ര വസ്ത്രധാരിണികളായ മാതാക്കൾ സ്നേഹവാത്സല്യത്തോടെ ആശ്വസിപ്പിക്കുന്നു, സാന്ത്വനമേകി. ഭരത, നീ രാമൻ്റെ പ്രതിപുരുഷനാണ്, പ്രാണപ്രിയനാണ്, ആദർശമൂർത്തിയും ധർമ്മിഷ്ഠനുമാണ്. ഭരതൻ പറയുകയാണ്, രാജ്യാഭിഷേകത്തിനധികാരി മൂത്ത മകൻ പുത്രൻ ആണ്. അതാണ് വംശപാരമ്പര്യം. എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ്. അതാണ് ധർമ്മം. അതുകൊണ്ട് വസിഷ്ഠ മഹർഷിയുടെ ജ്ഞാനോപദേശങ്ങളൊന്നും ഫലിക്കാതെ വന്നു. എൻ്റെ ജ്യേഷ്ഠൻ രാമനെ കൂട്ടിക്കൊണ്ടുവന്ന് രാജ്യാഭിഷേകം നടത്തും. ഞാനിതാ പോകുന്നു രാമൻ്റെ വഴിക്ക്. അച്ഛൻ അനേകം യജ്ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, സിദ്ധികൾ നേടിയിട്ടുണ്ട്, ധാർമ്മിക ജീവിതം
നയിച്ചിരുന്നു. ധീരവീര കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രജാക്ഷേമ തൽപരനായിരുന്നു. നാടിൻ്റെ സമ്പൽ സമൃദ്ധി, സർവത്ര കീർത്തിതാവല്യം എൻ്റെ അച്ഛൻ ദശരഥ രാജാവ് നേടിയിട്ടുണ്ട്. ഭരതൻ്റെ ദീനസ്വരങ്ങൾ അവിടെ കൂടിയിരുന്ന സകലരുടെയും കരളനയ്യ അലയിച്ചു. എല്ലാവരും ദുഃഖത്തിലാണ്ടുപോയി. കുലഗുരു വസിഷ്ഠൻ ഭരതശത്രുഘ്നന്മാരെ കൊണ്ട് പിതാവിന് വേണ്ടുന്ന ശേഷക്രിയകൾ വൈദിക വിധിപ്രകാരം നടത്തിച്ചു. സരയൂ തീരത്ത് തയ്യാറാക്കിയ ചന്ദന ചിതയിൽ സംസ്കരിച്ചു. തുടർന്ന് വസിഷ്ഠനും കൗസല്യയും അച്ഛൻ്റെ സത്യം നിറവേറ്റാൻ, രാജ്യഭരണം ഏറ്റെടുക്കാൻ ഭരതനോട് നിർദ്ദേശിച്ചതെല്ലാം വിനയപൂർവം ത്യജിച്ചിട്ട് തൻ്റെ ദൃഢനിശ്ചയത്തിൽ ഭരതൻ ഉറച്ചു നിന്നു. വസിഷ്ഠനും കൗസല്യാമാതാവും മറ്റു ഗുരുജനങ്ങളും അച്ഛൻ്റെ സത്യം പാലിച്ചുകൊണ്ട് ഭരതൻ തന്നെ രാജ്യഭാരം ഏറ്റെടുക്കൂ എന്ന് ഭരതകുമാരനോട് അപേക്ഷിച്ചു. ഇല്ല, ഞാനുടൻ തന്നെ വനത്തിലേക്ക് പോകുന്നു. ജ്യേഷ്ഠനെ കണ്ടെത്തും, കൂട്ടിക്കൊണ്ടുവരും, അഭിഷേകം നടത്തും. ഇതാണ് എൻ്റെ തീരുമാനം, ഭരതകുമാരൻ പറയുന്നു. ഭരതൻ്റെ തീരുമാനത്തിൽ വസിഷ്ഠനും സുമന്ത്രരും പൗരപ്രമുഖരും സന്തുഷ്ടരായി. വീണ്ടും അയോധ്യാനഗരം പ്രകാശമാനമായി. സുമന്ത്രർ യാത്രയ്ക്ക് വേണ്ടതായ എല്ലാ നേതൃത്വവും നൽകി. വസിഷ്ഠനും അരുന്ധതി ദേവിയും രാജമാതാക്കളും പൗരപ്രധാനികളും സൈനികരും നഗ്നപാതരായി വ്രതധാരികളായി യാത്ര തുടർന്നു. ചിത്രകൂടത്തിലെത്തി. ലക്ഷ്മണനും ഗുഹനും ഭരതനെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ യുദ്ധത്തിന് തയ്യാറാകുന്നു. രാമൻ അവരെ തിരുത്തി. ഭരതനെ എനിക്കറിയാം. അഗ്നിയേക്കാൾ ശുദ്ധനാണ്, പവിത്രനാണ് ഭരതൻ. സതുപദേശം ഭരതൻ ഇവിടെ വരുന്നത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനാണ് എന്ന സതുപദേശം ലക്ഷ്മണനോടും ഗുഹനോടും രാമൻ മുൻകൂട്ടി മനസ്സിലാക്കി അത് പറയുന്നു. അങ്ങനെ അവർ തിരുത്തി. അവരുടെ ശങ്ക മാറി. ശത്രുതാഭാവത്തോടുകൂടിയല്ല ഭരതന് വരുന്നത്. ലക്ഷ്മണ, ഗുഹകുമാര, നിങ്ങൾ വേഗം ഭരതാദികളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനുള്ള വ്യവസ്ഥ ചെയ്യൂ. വ്രതധാരികളായി വരുന്ന വസിഷ്ഠ ഭരതാദികൾ രാമനാമം ജപിച്ച് സന്യാസിവേഷം ധരിച്ച് താപസവേഷം ധരിച്ച് വരുന്ന ആ ദൃശ്യം ഗുഹകുമാരനെ വല്ലാതെ ആകർഷിച്ചു.
തനിക്കുണ്ടായ തെറ്റിദ്ധാരണയിൽ പശ്ചാത്തപിച്ചു. ആ ഗുഹൻ അവർക്ക് വഴികാട്ടി. വൽക്കലധാരികളായി നിഷാദപുരിയിലെത്തിയ രാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും നിഷാദ രാജകുമാരനായ ഞാൻ സ്നേഹപൂർവ്വം സ്വീകരിച്ച് സത്കരിച്ചു. എൻ്റെ രാഷ്ട്രം തന്നെ അവരെ ഏൽപ്പിച്ചു. പക്ഷേ അച്ഛൻ്റെ സത്യം പാലിക്കുന്നതിന് 14 വർഷം യാതൊരു ചുമതലയും ഏറ്റെടുക്കുകയില്ല എന്ന് രാമൻ എന്നോട് പറഞ്ഞു. ധാർമ്മിക ഭാവത്തെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാമൻ്റെ, ലക്ഷ്മണൻ്റെയും സീതാദേവിയുടെയും മനക്കരുത്തും ആശ്രമോചിതമായിട്ടുള്ള പെരുമാറ്റവും ഗുഹനെ വല്ലാതെ ആകർഷിച്ചു. ആ യാത്രാസംഘത്തെ ഉത്സാഹപൂർവം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രാമ സീതാ ലക്ഷ്മണന്മാരുടെ ഗുണഗണങ്ങൾ ഉണർത്തിക്കൊണ്ട് ഗുഹൻ ആശ്രമത്തിലെത്തുന്നു. ആ സമയം ഭരതൻ ബാഷ്പാർദ്രനേത്രനായി ആദർശ ഭ്രാതൃസ്നേഹം അവിടെ കൂടിയെന്ന് എല്ലാവരും കണ്ട് അത്ഭുതപ്പെട്ടു. രാമ ഭരതന്മാരുടെ ആലിംഗനം, ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ സ്നേഹപ്രകടനം, ആലിംഗനം. ഭരതസംഘം ഭരദ്വാജാശ്രമത്തിലെത്തി. മഹർഷിയെ നമസ്കരിച്ചു, വന്ദിച്ചു. ഭരതൻ്റെ സ്നേഹവിശ്വാസത്തെ മഹർഷി പുകഴ്ത്തി. ഇപ്രകാരം പറഞ്ഞു: രാമപ്രേമത്തിൻ്റെ മനോജ്ഞമായ പ്രതിമൂർത്തിയാണ് ഭരതൻ എന്ന്. സീതാരാമാദികൾക്ക് ഭരതനിലുള്ള പ്രീതി നിശ്ചലമാണ്. അടുത്ത ദിവസം ഗുഹൻ്റെ മാർഗനിർദ്ദേശത്തിൽ ഭരതാദി ചിത്രകൂടത്തിലെത്തി. സദാ രാമമന്ത്രം ഉരുവിട്ട് പാവന ജീവിതം നയിക്കുന്ന ഗുഹനെ ഭരതൻ സ്വസഹോദരനായി കാണുന്നു. ആത്മഭാവങ്ങളെ തുടർന്ന് അടുത്ത സത്സംഗത്തിൽ നമുക്ക് ശ്രവിക്കാം. സ്വസ്ത്യസ്തു ശുഭമസ്തു.